ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ് കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീ ഗണ്യമായി കുറച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഡിജിറ്റൽ ഡോക്യുമെൻ്റായോ പ്രിൻ്റ് എടുത്തോ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കണം എന്നുള്ള പ്രത്യേകതയുമുണ്ട്. വിവിധ കാറ്റഗറിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ റിന്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ നേരിടുന്ന തടസ്സങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഓഫീസിൽ പോകുകയോ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ പൂർണ്ണമായും ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ ലൈസൻസ് പുതുക്കുവാൻ സാധിക്കുന്നതാണ്. ലൈസൻസിൻ്റെ കാലാവധി തീരുന്നതിന് 1 വർഷം മുൻപ് മുതലും അതുപോലെ തന്നെ കാലാവധി തീർന്ന് 1 വർഷത്തിനകവും ഫൈനൊന്നുമില്ലാതെ നമുക്ക് പുതുക്കുവാൻ സാധിക്കും. ഓഫീസിൽ പോകാതെ മുഴുവൻ പ്രോസസ്സും ഓൺലൈനായി ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പ്രവാസികൾക്കും ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് ഗൂഗിളിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ ഓൺലൈൻ സർവീസിന് താഴെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ കേരള തിരഞ്ഞെടുത്ത് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരികയാണെങ്കിൽ ക്ലോസ് ചെയ്യണം. തുടർന്ന് നമ്മൾ ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ഒട്ടുമിക്ക ലിങ്കുകളുടെയും വീഡിയോകൾ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്ലൈ ഫോർ DL റിന്യൂവൽ എന്ന് കാണാം. DL എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് തന്നെയാണ്. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വരുന്ന പേജിൽ നമുക്ക് പ്രോസസ് സ്റ്റെപ്പുകൾ കാണാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുകയും ചെയ്യാവുന്നതാണ്. അവിടെ ഡൗൺലോഡ് ഫോം 1A കാണാം. 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഫോം 1A വേണ്ടുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ്സും അടങ്ങിയതാണത്. പക്ഷേ ഈ ഫോം നമുക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളിവിടെ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം പുതുക്കേണ്ടുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. ആദ്യം കേരളത്തിൻ്റെ കോഡായ KL കൊടുക്കണം. അതിനുശേഷം RTO കോഡാണ് കൊടുക്കേണ്ടുന്നത്. 16, 24, 38 അങ്ങനെയൊക്കെ നമ്പറുകളുണ്ടല്ലോ, ആ നമ്പർ കൊടുക്കണം. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷം കൊടുക്കണം. അതിനുശേഷം KL ഉൾപ്പെടെ 15 ഡിജിറ്റാണ് വേണ്ടുന്നത്. ആ 15 ഡിജിറ്റ് ആകാൻ എത്ര സീറോ ഉണ്ടോ എത്ര സീറോ വേണമോ അത്രയും സീറോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവസാനം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പരും കൊടുക്കണം. ഇത് സാധാരണ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ ഇങ്ങനെ 15 ഡിജിറ്റ് തന്നെ കാണും. അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 15 ഡിജിറ്റ് ഇല്ലാത്തവർക്ക് ഈ പറയുന്നത് പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലൈസൻസ് ഉടമയുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ്, അവിടെ ആ റൗണ്ട് ആരോയിൽ പ്രസ് ചെയ്താൽ ക്യാപ്ച കോഡ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറി വരും. അതിനുശേഷം ആ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്കും വരുത്തിയതിന് ശേഷം ഗെറ്റ് DL ഡീറ്റെയിൽസ്, DL എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് തന്നെയാണ്. DL ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അതായത് RTO പോയി അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്കിവിടെ സ്മൂത്തായിട്ട് അടുത്ത പേജിലേക്ക് പോകാൻ സാധിച്ചു. ഇവിടെ ലൈസൻസിയുടെ നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ഫോട്ടോയും അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും എക്സ്പയറി ഡേറ്റും ക്ലാസ് ഓഫ് വെഹിക്കിളും ഏതൊക്കെ ക്ലാസ് ഉണ്ടെന്നും ഒക്കെ കാണിക്കുന്നതാണ്. താഴോട്ട് വന്ന് ഇവയെല്ലാം നമ്മുടെ തന്നെയാണോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ യെസ് കൊടുക്കാവുന്നതാണ്. തൊട്ട് താഴെ കാറ്റഗറിയാണ്. നോർമലായിട്ട് എല്ലാവരും ജനറൽ കൊടുത്താൽ മതി. ബാക്കിയുള്ളവർക്കുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അതിനുശേഷം താഴെ നമ്മൾ RTO ഓഫീസ്, പ്രസൻറ്റ് അഡ്രസ്സിലെ RTO ഓഫീസാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ അഡ്രസ്സിലൊന്നും ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ നിലവിലുള്ള RTO ഓഫീസ് കൊടുത്താൽ മതിയാകും. അഡ്രസ്സിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, നിലവിലെ പ്രസൻറ്റ് അഡ്രസ്സിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിൽ പറയുന്ന അഡ്രസ്സിൻ്റെ പരിധിയിലുള്ള RTO ഇവിടെ നിന്നും തിരഞ്ഞെടുത്ത് കൊടുത്ത് തന്നെ പോകണം. എനിക്കിവിടെ RTO ഓഫീസ് ചേഞ്ച് ഒന്നുമില്ല, നിലവിലുള്ള RTO ഓഫീസ് തന്നെ കൊടുത്തു പോവുകയാണ്. ചേഞ്ച് ഉള്ളവർക്ക് അതിൻ്റെ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്തേണ്ടി വരും. ഞാനിവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ OK കൊടുത്തതിന് ശേഷം അടുത്ത പേജിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മൊബൈൽ നമ്പറിൻ്റെ കോളം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ നമുക്കൊരു മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് വരുന്ന OTP കൊടുത്ത് മുന്നോട്ട് പോയി ഇത് ചെയ്യുവാൻ സാധിക്കും. നേരെ മറിച്ച് ഇവിടെ ഒരു മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്ത് അടുത്ത സമയത്തൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവിടെ ഒരു മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 2-3 ഡിജിറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. ആ മൊബൈലിലേക്ക് വരുന്ന OTP കൊടുത്തേ നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ സാധിക്കൂ.
നേരെ മറിച്ച് ആ മൊബൈൽ നമ്പർ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2-3 ഡിജിറ്റ് കാണിക്കുന്ന നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള മൊബൈൽ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. അത് ഉപയോഗിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ, ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ ഈ മൊബൈൽ നമ്പർ നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. മുകളിൽ ലിങ്ക് കൊടുത്തിരിക്കുക, എൻ്റെ സ്ക്രീനിലുമൊക്കെ കൊടുത്തിരിക്കാം. അടുത്ത റിലേഷൻഷിപ്പ് വിത്ത് ലൈസൻസ് ഹോൾഡർ, ആ ഗാർഡിയൻ എന്നുള്ളത് നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. ആ പേര് മാറ്റാൻ സാധിക്കത്തില്ല, അതിന് കറക്ഷൻ തന്നെ ചെയ്യണം. ആ റിലേഷൻ ഫാദർ മദർ എന്നുള്ളത് മാറ്റാൻ സാധിക്കും. അതേപോലെ ബ്ലഡ് ഗ്രൂപ്പ് കറക്റ്റായിട്ടുള്ളത് കൊടുക്കണം. ലൈസൻസിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സൗകര്യപ്രദമായത് കൊടുക്കുക. അതിൽ വലിയ കാര്യമൊന്നുമില്ല, 10th സ്റ്റാൻഡേർഡ് കൊടുത്താലും മതി. പിന്നീട് എംപ്ലോയർ കാറ്റഗറി നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. ബാക്കിയുള്ളവർക്ക് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് അഡ്രസ്സ് കൊടുക്കാനുള്ള കോളംസാണ്. ഇടത് സൈഡിൽ കാണുന്നത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. വലത് സൈഡിൽ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സുമാണ് കൊടുക്കേണ്ടുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിൽ, നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിലുള്ള അഡ്രസ്സ് അതേപോലെ കൊടുത്താൽ മതിയാകും. അഡ്രസ്സിൽ ചേഞ്ചസ് ഉള്ളവർക്ക് പിന്നീട് കൊടുക്കാനുള്ള സൗകര്യം അടുത്ത പേജുകളിൽ വരുന്നുണ്ട്. പെർമനൻ്റ് അഡ്രസ്സിന് സമാനമാണ് പ്രസൻറ്റ് അഡ്രസ്സെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. വ്യത്യസ്തമാണെങ്കിൽ അതിൻ്റെയും പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ടും ഒന്നായതുകൊണ്ട് ടിക്ക് മാർക്ക് കൊടുത്ത് കോപ്പി പേസ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകുകയാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് കൺഫേം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ നമുക്കിവിടെ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ കാണിക്കുന്നതും അതിലേക്ക് അവിടെ ഒരു ക്യാപ്ച കോഡ് കൊടുക്കണം. അവിടെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈലിലേക്ക് OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാപ്ച കോഡുകൾ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് OTP കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് ഇതിനോടൊപ്പം ചെയ്യാൻ കഴിയുന്ന സർവീസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനോട് അപ്ലൈ ചെയ്യണമെങ്കിൽ റിന്യൂവലിനൊപ്പം അതും കൂടി ടിക്ക് ചെയ്ത് പോകണം. എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ അത് വേണം. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സറണ്ടർ ഓഫ് COV എന്നാൽ ക്ലാസ് ഓഫ് വെഹിക്കിൾ എന്നാണ്. അതായത് നമ്മൾക്കിപ്പം 2 വീലർ ലൈസൻസിനൊപ്പം 3 വീലറിൻ്റെയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇനി 3 വീലറിൻ്റെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ സറണ്ടർ ഓഫ് COV കൊടുത്ത് നമുക്ക് ആ 3 വീലർ ഒഴിവാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ചേഞ്ച് ഓഫ് അഡ്രസ്സ്, നമുക്ക് അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് അഡ്രസ്സ് ടിക്ക് മാർക്ക് കൊടുക്കണം. അഡീഷണൽ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുതിയൊരു ക്ലാസ് ഓഫ് വെഹിക്കിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ എൻഡോഴ്സ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, അതായത് അടുത്ത സമയത്ത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോട്ടോ ചിലപ്പോൾ മാറ്റാനുള്ള ഓപ്ഷൻ കാണത്തില്ല. അങ്ങനെ നിർബന്ധപൂർവ്വം മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം നമ്മൾ. ഇതിലേത് നമ്മൾ സെലക്ട് ചെയ്താലും അഡീഷണൽ ഫീസ് നമുക്ക് അടയ്ക്കേണ്ടി വരും. ഇവിടെ ഞാൻ റിന്യൂവൽ ഓഫ് DL മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായി അവിടെ സെലക്റ്റായി വന്നിട്ടുമുണ്ട്. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പേജിലെത്തും. ഇവിടെ ഇടത് സൈഡിൽ കാണിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ എന്തൊക്കെ ഓപ്റ്റ് ചെയ്ത് വന്നിട്ടോ അതൊക്കെ ഇടത് സൈഡിൽ കാണിക്കും. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ മാത്രമേ ഉള്ളൂ. തുടർന്ന് ക്ലാസ് ഓഫ് വെഹിക്കിളും അതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ ടു ആഡ് ചേഞ്ച് ഓഫ് അഡ്രസ്സ്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തത് മാറ്റണം. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് താഴെ സെൽഫ് ഡിക്ലറേഷൻ്റെ ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഫില്ല് ചെയ്യണം. ഇവിടെ നേരത്തെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഡ്രൈവിംഗ് ലൈസൻസിൽ ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു ഫോർമാറ്റിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. അങ്ങനെ സെൽഫ് ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കുകയും ഇവിടുത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് മാത്രം യെസ് കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം നോയാണ് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം താഴെ വന്ന് അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ ഒരു പോപ്പപ്പ് വിൻഡോ വരികയും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും വീണ്ടും ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ താഴെയായിട്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാം. ഈ 4ലും നമ്മൾ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം ഏറ്റവും അവസാനത്തേത് അപകടമരണം സംഭവിച്ചാൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ്. ഇവിടെ യെസ് ഓർ നോ താല്പര്യപ്രകാരം ചെയ്യാവുന്നതാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യമാണ്. താല്പര്യമുള്ളവർക്ക് യെസ് കൊടുക്കാവുന്നതാണ്. യെസ് കൊടുത്താൽ മറ്റൊരു മൊബൈൽ നമ്പർ കൂടി എമർജൻസി കൊടുക്കേണ്ടി വരും. അല്ലാത്തവർക്ക് നോ കൊടുക്കാം. നോ കൊടുത്ത് അതിനുശേഷം അവിടെ കാണുന്ന ക്യാപ്ച കോഡ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നോ കൊടുക്കുന്നവർക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കും. താല്പര്യമില്ലെങ്കിൽ വീണ്ടും ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്നൊരു കൺഗ്രാജുലേഷൻസ് പോപ്പപ്പ് വിൻഡോ വരികയും ഓക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്ത് എഴുതി സൂക്ഷിച്ച് വെക്കേണ്ടുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുമുണ്ട്. വലത് സൈഡിൽ ഇതിൻ്റെ പ്രീഫിൽഡ് ഫോംസ് നമുക്ക് ലഭിക്കുന്നതാണ്. ആദ്യത്തെ ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം ലഭിക്കുന്നതിൽ 6ാമത്തെ പേജിലാണ് വിഷ്വൽ സ്റ്റാൻഡേർഡിനുള്ള ഫോം ലഭിക്കുന്നത്. ഇതിൽ ഫോട്ടോ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. വിഷ്വൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. ഐ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കണം. ഫിറ്റ്നസ് സംബന്ധമായ
സെൽഫ് ഡിക്ലറേഷനായ ഫോം 1 ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ തൊട്ട് താഴെയായിട്ട് ഫോം 1A, ഇതാണ് 40 വയസ്സിന് മുകളിലുള്ള അവർക്കുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിനുള്ള ഫോം. 40 വയസ്സ് കഴിഞ്ഞവർ ഇതും ഡോക്ടറെ കൊണ്ട് ഒപ്പിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ സമീപിച്ചാൽ നമുക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും അവിടെ നിന്ന് തന്നെ ലഭിക്കും. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഏതൊരു ഡോക്ടറെ കൊണ്ട് നമുക്കിത് ചെയ്യിക്കാവുന്നതാണ്. വിദേശത്തുള്ളവർക്ക്, പ്രവാസികൾക്ക് അവിടെയുള്ള ഇന്ത്യക്കാരനായ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരു ഡോക്ടറെ കൊണ്ട് ഇത് ചെയ്യിക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന പ്രിൻ്റ് അക്നോളജ്മെൻറ്റിൽ പ്രസ് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ഒരു പ്രിൻ്റ് ലഭിക്കുകയും ചെയ്യും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കണം. സ്റ്റാറ്റസ് നോക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇത് വേണ്ടി വരും. തുടർന്ന് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയാൽ അവിടെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ചായി വന്നിട്ടുണ്ട്. താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇടയ്ക്ക് ഈ ഒരു പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കൻ്റിൻ്റെ ഫോട്ടോ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അടുത്ത സമയത്തൊന്നും ഓൺലൈൻ പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഫോട്ടോ കാണിക്കാത്തത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് കോൺടാക്ട്ലെസ് ആണ്, നോ നീഡ് ടു വിസിറ്റ് RTO. RTOയിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. താഴോട്ട് വന്നാൽ അടുത്തതായി ചെയ്യേണ്ട പ്രോസസ്സുകൾ കാണിക്കുന്നുണ്ട്. നോട്ട് കംപ്ലീറ്റഡ് എന്നും കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ഡോക്യുമെൻ്റ് അപ്ലോഡാണ്. അവിടെ എനേബിളായി വന്നിട്ടുണ്ട്. താഴെ പ്രൊസീഡ് കൊടുത്ത് അതിനായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ഒന്നും ചെയ്യാനില്ല. അവിടെ ടിക്ക് മാർക്ക് എനേബിൾ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ഡോക്യുമെൻ്റ് അപ്ലോഡിനുള്ളതാണ്. ഇവിടെ ഇടത് സൈഡിൽ അത് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫോം 1A, ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇത്രയാണ് ഈ ഒരു പ്രോസസ്സിൽ ആവശ്യമായിട്ടുള്ളത്. അഡ്രസ് ചേഞ്ച് ചെയ്യുന്നവർക്ക് അതിൻ്റെ ID പ്രൂഫിൻ്റെ കളർ കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ കാണിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം 1Aയും വിഷ്വൽ സ്റ്റാൻഡേർഡിനുള്ള ഐ സർട്ടിഫിക്കറ്റും ഡോക്ടറിൽ നിന്നും വാങ്ങിച്ചതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായി വീണ്ടും ലോഗിൻ ചെയ്താണ് ഈ ഒരു പേജിലേക്ക് എത്തേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ഡോക്ടറിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസൊക്കെ എടുത്ത് കേരള കൊടുത്ത് മുന്നോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മളിനി മുന്നോട്ട് പോകേണ്ടത്. ഇതിനോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ തുടർന്ന് വരുന്ന പേയ്മെൻറ്റിൽ എന്തെങ്കിലും തടസ്സം വരുവാണെങ്കിൽ ഇവിടെ ഫീ പേയ്മെൻറ്റ്സ് എടുത്തതിന് ശേഷം അവിടെ വെരിഫൈ പേയ്മെൻറ്റ് കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ താഴെയായി കംപ്ലീറ്റ് യുവർ പെൻഡിങ് ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കാണാം. ആ ലിങ്ക് ഉപയോഗിച്ച് കണ്ടിന്യൂ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതുപോലെ അപേക്ഷ അയച്ചതിന് ശേഷം സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപേക്ഷയിലേക്ക് വരാം. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എടുത്തതിന് ശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് സ്കാൻഡ് ഇമേജസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. ഫോട്ടോയും സിഗ്നേച്ചർ മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ തൊട്ട് താഴത്തെ ലിങ്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനിവിടെ ആദ്യത്തെ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ആപ്ലിക്കേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ, നേരത്തെ ചെയ്തതുപോലെ തന്നെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP സെൻഡ് സക്സസ്ഫുള്ളി എന്ന ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതും അവിടെ ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നേരത്തെ കൊടുത്തിരുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെ ഓരോന്നും എടുത്ത് ആദ്യത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് എടുക്കേണ്ടുന്നത്. അതെടുത്തതിന് ശേഷം അതിനുശേഷം വീണ്ടും അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് തൊട്ടിപ്പുറത്തുള്ള കോളംസ് ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരണം. PDF JPG ഫോർമാറ്റിലോ ഉള്ള ഫയൽ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. 500 KB വരെ സൈസുണ്ട്. ഒരു തരത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള ഫയലുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇതുപോലെ വരികയും അവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ അത് അപ്ലോഡായി വരുന്നതും നമുക്ക് കാണാം. ഓരോന്നും ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇരുപുറങ്ങളുടെയും കളർ പ്രിൻ്റ് എടുത്തതിന് ശേഷം സെൽഫ് അറ്റസ്റ്റ് ചെയ്താണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓൾ ഡോക്യുമെൻറ്റ്സ് ആർ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം അവിടെ ആപ്ലിക്കേഷൻ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വരുന്നിട്ടുണ്ട്. ക്യാപ്ച കോഡും കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. അടുത്തത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറാണ്. എനേബിൾ ആയിട്ടുണ്ട്. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ അടുത്ത സമയത്തെങ്ങാനും നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോയും സിഗ്നേച്ചറും ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വരത്തില്ല. അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായി മാറണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എനേബിൾ ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്തു വരണം. എക്സ്ട്രാ ഫീസും അടയ്ക്കേണ്ടി വരും.
ഇവിടെ നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിൽ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ ബ്രൗസിൽ പ്രസ് ചെയ്ത് 20 KB-ക്കും 10 KB-ക്കും 20 KB-ക്കും ഇടയിൽ സൈസുള്ള JPG ഫോർമാറ്റിലുള്ള ഫയലുകളാണ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്, ഫോട്ടോയും സിഗ്നേച്ചറും. ഗൂഗിളിൽ ഇമേജ് റീസൈസർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ റീസൈസ് ചെയ്യുവാനുള്ള വെബ്സൈറ്റുകൾ ലഭിക്കും. ഇവയുടെ സഹായത്തോടു കൂടി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ആ ലോക്കിൻ്റെ ആ ഒരു സിമ്പൽ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഹൈറ്റും വിഡ്ത്തും ഒന്നും പ്രശ്നമല്ല. 10 KB-ക്കും 20 KB-ക്കും ഇടയിൽ ഫയൽ സൈസ് ഉണ്ടായാൽ മാത്രം മതി. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും ബ്രൗസ് ഉപയോഗിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം താഴെ കാണുന്ന അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് മുകളിൽ ഇത് രണ്ടും പേസ്റ്റായി വരുന്നതും നമുക്ക് കാണാം. വീണ്ടും താഴോട്ട് വന്നതിന് ശേഷം സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസേർട്ട് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുന്നതുമാണ്. തുടർന്ന് വരുന്ന പേജിൽ ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോയതിനു ശേഷം അവിടെ ഇനി ഫീ പേയ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ഫീ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഇപ്പോൾ 400 രൂപയാണ് അടയ്ക്കേണ്ടത്. നേരത്തെ 505 രൂപയായിരുന്നു. പോസ്റ്റൽ ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പോസ്റ്റലായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അയച്ചു തരുന്നില്ല. നമുക്ക് എം-പരിവാഹനിൽ നിന്നും ഡിജി ലോക്കറിൽ നിന്നുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. കൂടാതെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും സാരഥി വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കാണുന്ന ഈ ട്രഷറി തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ കാണുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ഫീ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി കാണിക്കുന്നതാണ്. ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് ടു പേയ്മെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ധാരാളം പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാനിവിടെ UPI തിരഞ്ഞെടുത്തതിന് ശേഷം ഗൂഗിൾ പേ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. തുടർന്ന് നമുക്കൊരു റെസിപ്റ്റ് കിട്ടുന്നതും അതിനുശേഷം ഹോം പേജിൽ വന്നതിന് ശേഷം നമുക്കതിൻ്റെ സ്റ്റാറ്റസ് നോക്കാവുന്നതുമാണ്. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.